മനീഷ് മഹിപാൽ തുടരുന്നു. മനീഷ്, ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അറസ്റ്റിന് വഴങ്ങുകയാണോ പ്രവർത്തകർ? പ്രജിൻ, SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റി. ഇപ്പോഴിതാ 3 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ് കാണുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നേരമാണ് തലസ്ഥാനത്ത് ഉള്ളൂരിൽ കേരള സർവകലാശാലയുടെ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോകിന്റെ വീടിന്റെ മുൻപിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അങ്ങനെ ഒരു 15 മിനിറ്റ് മുൻപെയാണ് ബി അശോക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസ് ജീപ്പ് വെച്ച് തടഞ്ഞുകൊണ്ടാണ് SFI പ്രവർത്തകരെ തടഞ്ഞുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് ബി അശോകിനെ പ്രവേശിപ്പിച്ചത്. പക്ഷേ അപ്പോഴും SFI പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ബി അശോകിന്റെ വീടിനകത്തേക്ക് കൂടി പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒപ്പം തന്നെ വീടിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും SFI പ്രവർത്തകർ മുതിർന്നു. അപ്പോഴാണ് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. നിലവിൽ 7-8 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും പ്രവർത്തകരുണ്ട്. ആരും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് CPIM. നാളെ സംസ്ഥാന ക്യാബിനറ്റ്, സർക്കാരിന്റെ ക്യാബിനറ്റ് നടക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ പ്രഹരം 2ാം പിണറായി സർക്കാർ നിൽക്കുന്നു. അങ്ങനെ PM ശ്രീ വിവാദം വലിയ രാഷ്ട്രീയ പ്രഹരമേൽക്കുന്ന ഘട്ടത്തിൽ അതിനെ ആ രീതിയിൽ തന്നെ നേരിടുകയാണ്. CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ കാർഷിക വകുപ്പ്, ആ കാർഷിക വകുപ്പിൽ തന്നെ ഉള്ള കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവ്, അതും 3%, ഏകദേശം 3 ഇരട്ടിയോളം ഫീസ് വർധനവ് ഉണ്ടാകുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയമായി നോക്കിക്കാണുന്നു. നേരത്തെ വെള്ളായണി സർവകലാശാലയിലായിരുന്നു. അവിടെ ഒരു വിദ്യാർത്ഥി 3 ഇരട്ടി ഫീസ് വർധനവിൽ അവിടെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ TC വാങ്ങിപ്പോകുന്നത് വലിയ വിവാദമായി കണ്ടത്. കോഴിക്കോട് സ്വദേശിയുടെ ദാരുണമായ അവസ്ഥ, അത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ സമരം നടത്താൻ SFI തുനിഞ്ഞതും. തൃശ്ശൂരിൽ നമ്മൾ കണ്ടു SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും തന്നെ നേരിട്ട് തെരുവിലിറങ്ങി അത് രാഷ്ട്രീയമായി നേരിട്ട് നമ്മൾ കണ്ടതാണ്. അതേ സാഹചര്യം തന്നെ തലസ്ഥാനത്തുണ്ടാകുന്നു. ഉള്ളൂരിലെ സർവകലാശാല VCയുടെ വീട്ടിലേക്ക് തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ സർവകലാശാല ഉള്ള ജില്ലകൾ, അതായത് തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലേക്ക് സർവകലാശാല കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കാനാണ്. ആദ്യമായിട്ടല്ല SFI പ്രവർത്തകർ VCയെ ഈ രീതിയിൽ തടയുന്നത്. മുൻപും പുറത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയായി VCയെ ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർ തടഞ്ഞതാണ്. ഈ ഫീസ് വർധന അത് വലിയ വിഷയമായി തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തതാണ്. പെട്ടെന്നുള്ള ഈ ഫീസ് വർധന അത് സാധാരണക്കാരായ കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല എന്നതടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ആ പ്രതിഷേധം അവർ കടുപ്പിക്കുകയുമാണ്. VCയെ കരിങ്കൊടി കാണിക്കുക, VCയെ തടയുക, VCക്കെതിരെ പ്രതിഷേധമുയർത്തുക എന്ന അവരുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഇന്നിപ്പോൾ ഈ ആസ്ഥാനത്തേക്ക് അവർ എത്തുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 1 മണിക്കൂറോളമായി അവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. VC എത്തിയ സമയം മുതൽ തന്നെ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. അതിന് പിന്നാലെ ഉന്തും തള്ളും ഉണ്ടായി പോലീസുകാരുമായി. ഇപ്പോൾ പോലീസ് ഇടപെട്ട് അതിൽ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.